ഹലോ ഗൈസും ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് പാലക്കാടൻ റാവുത്തർ ബിരിയാണി. എൻ്റെ ഉമ്മ വെക്കുന്ന ബിരിയാണി ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ഫാമിലിക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ എൻ്റെ ഫ്രണ്ട്സിനായിക്കോട്ടെ, ആർക്ക് നമ്മൾ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലും എല്ലാവരും ഈ ബിരിയാണിയുടെ ഫാൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനെല്ലാം കട്ട് ചെയ്ത് അരച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. വെക്കുന്നത് വെച്ചാണ്. പോകാം നമുക്ക് എങ്ങനെയാണ് ബിരിയാണി വെക്കുന്നത് കാണാനായിട്ട് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ഞാനിവിടെ മലബാർ ബിസ്മിയുടെ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ വന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഞങ്ങളൊന്ന് ഓവർടേക്ക് ചെയ്തിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര എണ്ണയാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്, നെയ്യാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം പട്ട, കറാമ്പ്, ഏലക്ക ഇത് മൂന്നും കൂടെ ഈ നെയ്യിലോട്ട് ഇടണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നെക്സ്റ്റ് ബിരിയാണിക്ക് ടേസ്റ്റ് കൊണ്ടുവരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒന്ന് ചെറുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് കേട്ടോ. അരക്കരുത്, ചതയ്ക്കാനേ പാടുള്ളൂ. ഇതും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വെല്ലുള്ളിയാണ് മുറിച്ച് വെച്ചതാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 6 വെല്ലുള്ളി മുറിച്ചതുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്താൽ. ഞങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസി ആയിരിക്കണം, മസാല കൂടുതലായിട്ട് വേണം, അതുപോലെ ഉള്ളി ഇതൊക്കെ കൂടുതലായിട്ട് വേണം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്തിയാൽ മതി. ഇനി കുറച്ചുകൂടെ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് വരാനായിട്ട് നമ്മൾ ഇതുപോലെ അടപ്പ് വെച്ച് മൂടി കൊടുക്കണം. ഓൾറെഡി ഉള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. സാധാ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്തുമ്പോൾ ആലോചിക്കണം, നമ്മൾ ചിക്കനിൽ മുൻപ് തന്നെ ചേർത്ത് വെച്ചതായിരുന്നു. കുറച്ച് പച്ചമുളകും കൂടി ഉണ്ട്. അപ്പോൾ എരിവ് ആവശ്യാനുസരണം നോക്കി ഇട്ട് കൊടുക്കുക. ആദ്യമേ പറഞ്ഞ പോലെ ഞങ്ങൾ നല്ല എരിവിൻ്റെയും ഒക്കെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്കത് കുഴപ്പമില്ല. ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1/2 കിലോ തക്കാളിയോളം നമ്മൾ ഈ ചേരുവയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ കേട്ടോ. നന്നായി അരച്ചെടുക്കുക. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലൊരു കളർ പൊടി ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല. കാരണം നന്നായി പഴുത്ത തക്കാളി നോക്കി എടുത്താൽ മതി. അപ്പോൾ കളറ് തന്നെ വന്നോളും. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തുന്നതിന് മുന്നേ തന്നെ മുളക് പൊടി എണ്ണയിലിട്ട് നന്നായി വഴറ്റി കൊടുത്താലും ഈ ഒരു റെഡ് കളർ വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് കളർ വരാനായിട്ട് ഒരു പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് പോരാ, കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ചേർത്ത മല്ലിയിലയാണ്. 1 കപ്പ് മല്ലിയില ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. തൈര് 1/4 കപ്പോളം തൈരുണ്ട്. ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തൈരാണ്. പിന്നെ ചേർത്താൻ പോണത് നാരങ്ങ നീരാണ്. 1.5 നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. മാഷാ അല്ലാ, നല്ല മണവും വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ല സ്പൈസി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇനി ഇതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള ഒരു ഇതിലാണ് ചേർത്ത് കൊടുക്കാറ്. നമുക്ക് അതുപോലെ അളവൊന്നുമില്ല, ഒരു ഊഹം വെച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കാറ്. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ്, അത് ചിലപ്പം അരിയുടെ ഇത് വ്യത്യാസം അനുസരിച്ചിരിക്കും കേട്ടോ വെള്ളം ചേർത്തുന്നത്. ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പോണത് പുതിന ഇലയാണ്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ സമയത്ത് നമ്മൾ അരിയും കൂടെ ഇടും കേട്ടോ. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ, മൂടി വയ്ക്കണം. അപ്പം നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇത് ഇനി നന്നായി തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരി കഴുകി ചേർത്ത് കൊടുക്കുമ്പോൾ അരിയിൽ എന്താ പറയുക, കഴുകി തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായി ഡ്രൈ ആയിട്ട് വേണം അരി ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ചോറ് കുഴയാനുള്ള സാധ്യത ഉണ്ട്. അരി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് സ്റ്റവ് ഒന്ന് സിമ്മാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണി ഏകദേശം ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ മൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കറക്റ്റൊരു വേവിലാവും. ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മേലെ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2-3 സ്പൂണ് നെയ്യ് മേലെ കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. ഇനി ചോറ് ഒരു 1/4 ഭാഗം വേവായതിന് ശേഷം ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അവിടെ ചോറുമെല്ലാം ആവട്ടെ. നമ്മളിവിടെ പുതിന ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചില്ലിക്കുള്ള ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കണ ചോറ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ഒരു രക്ഷയില്ല, മാഷാ അല്ലാ. അപ്പം ഇനി നമുക്ക് ചോറ് പാത്രത്തിലേക്ക് എടുത്ത ശേഷം കാണാം. കുറച്ച് നേരം കൂടി ഇത് വേവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിൽ എടുത്ത ശേഷം കാണാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചില്ലി ഇതാ നമ്മൾ ഓയിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചൂട് ബിരിയാണി, ചില്ലി, പുതിന ചമ്മന്തി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. വീഡിയോയിൽ കളർ കാണാതെയാണ്, നല്ല റെഡ് കളർ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്യണം. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.